ലേശം തരക്കേടില്ലാതെ ഇംഗ്ലീഷ് ഗ്രാമർ കൈകാര്യം ചെയ്യാൻ സാധിക്കണം. അങ്ങനെ ഒരു ആഗ്രഹമില്ലേ നിങ്ങൾക്ക്? യെസ്, എനിക്കറിയാമുണ്ടെന്ന്. അതിനായി ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടും കാണും. ഇപ്പൊ തന്നെ സബ്ജക്റ്റ്, ടെൻസ്, പ്രിപ്പോസിഷൻ അങ്ങനെയുള്ള കുറെ ഗ്രാമാറ്റിക്കൽ ടേംസ് ആയിരിക്കും നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്, അല്ലേ? പക്ഷേ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാനാവാതെ, അത് സ്പീക്കിംഗ് ആയാലും റൈറ്റിംഗ് ആയാലും പ്രോപ്പർ വേയിൽ കൺവേ ചെയ്യാനാവാതെ ഒരിക്കലെങ്കിലും സ്റ്റക്ഡ് ആയി പോയിട്ടുള്ളവരായിരിക്കും നമ്മളിൽ പലരും, അല്ലേ? ടു ബി ഓണസ്റ്റ്, എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. സംഭവം വേറൊന്നുമല്ല, ഒരു ഇംഗ്ലീഷ് ടീച്ചറുടെ വേക്കൻസി പോസ്റ്റിലേക്ക് മലയാളത്തിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആളാണ് ഞാൻ. സീരിയസ്ലി, റീസൺ വേറൊന്നുമല്ല, പേടി. എന്റെ മാത്രം പ്രോബ്ലം അല്ലിത്. നമ്മളിൽ പലർക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ ഒരു ചെറിയ പേടി ഉണ്ടെന്നുള്ളത് ഒരു ട്രൂ ഫാക്റ്റ് ആണ്. ആ പേടിയുടെ പിന്നിൽ ഒരു കഥയുണ്ട്. ആ കഥയും ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെയാണ് ഇത്രയധികം പോപ്പുലർ ആയത് എന്നും ലാംഗ്വേജിനോടുള്ള നമ്മുടെ ആ പേടി എങ്ങനെ മാറ്റാം എന്നുമൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കൺവെൻഷണൽ മെത്തേഡിൽ നിന്നൊക്കെ മാറി പ്രാക്ടിക്കലായി വളരെ സിമ്പിളായി 3 ഫേസസിലൂടെ എങ്ങനെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാം എന്നൊരു ടോപ്പിക് കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ കംപ്ലീറ്റ് ആയി വാച്ച് ചെയ്യുക. ദിസ് ഇസ് മീ ലക്ഷ്മി ആൻഡ് വെൽക്കം ടു യൂറോ കണക്ഷൻ. നമ്മൾ പറഞ്ഞു വന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിനോട്, അതായത് സായിപ്പിന്റെ ഭാഷയോട് എന്തുകൊണ്ടാണ് നമുക്കൊരു പേടി വരുന്നത് എന്നാണ്. ആൻസർ ഇവിടെ തന്നെയുണ്ട്, സായിപ്പിന്റെ ഭാഷ. ഒരു കാലത്ത് നമ്മളെ അടക്കി ഭരിച്ചിരുന്നവരാണ് ഈ സായിപ്പന്മാർ. അവരോടുള്ളൊരു പേടി നോർമലി നമുക്ക് അവരുടെ ലാംഗ്വേജിനോടും വന്നു. നമ്മളെ മാത്രമല്ല കേട്ടോ, ഒരുപാട് രാജ്യങ്ങളെയാണ് അവര് അടക്കി ഭരിച്ചിരുന്നത്. ബ്രിട്ടന്റെ കോളനി ആയിരുന്ന പല രാജ്യങ്ങളിലുള്ളവർക്ക് ഇപ്പോഴും ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് ഒരു ചെറിയ പേടി കാണും. വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ബ്രിട്ടീഷുകാർക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് കിട്ടിയത് എന്നറിയോ? ഈ ലാംഗ്വേജിന്റെ ഒറിജിൻ എവിടെയാണെന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നറിയോ? പറഞ്ഞുതരാം. നമ്മുടെ ലൊക്കേഷൻ ഏൻഷ്യന്റ് ബ്രിട്ടൻ ആണ്. അവിടെ പല തരത്തിലുള്ള ലാംഗ്വേജസ് സംസാരിക്കുന്ന പല ട്രൈബ്സ് ഉണ്ടായിരുന്നു. അവിടേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഗ്രൂപ്പുകൾ വന്നതിന് ശേഷമാണ് ഇംഗ്ലീഷ് ഒരു ഭാഷയായി മാറാൻ തുടങ്ങിയത്. അതായത് നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് റോമൻസിന്റെ വരവോടുകൂടിയാണ്. അവർ വന്നപ്പോൾ വെറുതെ കയ്യും വീശിയൊന്നും അല്ല വന്നത്, പകരം അവരുടെ ലാംഗ്വേജ് ആയ ലാറ്റിനും കൊണ്ടാണ് ഇങ്ങെത്തിയത്. ഈ റോമൻസ് നല്ല പവർഫുൾ പീപ്പിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ലാംഗ്വേജ് ആയ ലാറ്റിൻ അധികാരത്തിന്റെ ലാംഗ്വേജ് ആയി മാറി. സ്വാഭാവികമായും അത് ലോക്കൽ ലാംഗ്വേജസിനെ ഇൻഫ്ലുവൻസ് ചെയ്തു തുടങ്ങി. അങ്ങനെ ഈ ലാറ്റിൻ ചൊവ്വയുള്ള ലാംഗ്വേജും ഒരുപാട് നേറ്റീവ് ലാംഗ്വേജസും കൂടി മിക്സ്ഡ് അപ്പ് ആയാണ് ഓൾഡ് ഇംഗ്ലീഷ് എന്നൊരു കാറ്റഗറി വന്നത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു കൂട്ടർ വരുന്നത്. അവരാണ് ആംഗ്ലോ സാക്സൺസ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ജർമ്മനിയുടെയും ഡെൻമാർക്കിന്റെയും ഒക്കെ ഏരിയയിൽ പണ്ട് താമസിച്ചിരുന്നവരാണ് ആംഗ്ലോ സാക്സൺസ്. ഇവർ വന്നപ്പോൾ ഇവരുടെ ലാംഗ്വേജ് ആയ ജർമാനിക് ലാംഗ്വേജ് ആണ് കൊണ്ടുവന്നത്. അങ്ങനെ ഈ ജർമാനിക് ലാംഗ്വേജ് ഓൾഡ് ഇംഗ്ലീഷുമായി മിക്സ്ഡ് അപ്പ് ആയി. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന കോമൺ വേർഡ്സ് ഇല്ലേ, ലൈക്ക് ഫാദർ, മദർ, ഹൗസ്, അതൊക്കെ ഈ സമയത്ത് ഒറിജിൻ ചെയ്ത വേർഡ്സ് ആണ്. സ്റ്റോറി ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. 1066 ഫ്രാൻസിൽ നിന്നും നോർമൻസ് എന്നൊരു കാറ്റഗറി എത്തി. അവരുടെ ലാംഗ്വേജ് നോർമൻ ഫ്രഞ്ച് ആയിരുന്നു. ആ സമയത്ത് നടന്ന കോൺക്വറിൽ ഈ നോർമൻസ് ആണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ ലാംഗ്വേജ് അവിടെ ഇമ്പോസ് ചെയ്തു തുടങ്ങി. പിന്നീട് ഒരു 300 വർഷക്കാലത്തോളം ഈ നോർമൻ ഫ്രഞ്ച് ആണ് അവിടെ അടക്കി ഭരിച്ചിരുന്നത്. ഈ സമയത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരുപാട് ചേഞ്ചസിലൂടെ കടന്നുപോയി. ഓൾഡ് ഇംഗ്ലീഷും നോർമൻ ഫ്രഞ്ചും ഒക്കെ കൂടി കലർന്നാണ് മിഡിൽ ഇംഗ്ലീഷ് എന്നൊരു വെറൈറ്റി ഉണ്ടായത്. അതായത് ഒരുപാട് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഒറിജിൻ ചെയ്ത സമയമാണ് മിഡിൽ ഇംഗ്ലീഷ് പീരിയഡ്. പിന്നെയും ഒരുപാട് സെഞ്ചുറീസ് എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന മോഡേൺ ഇംഗ്ലീഷ് ഉണ്ടായത്. 15th സെഞ്ചുറിയിൽ ജൊഹാനസ് ഗുട്ടൻബർഗ് എന്നൊരു മനുഷ്യൻ പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സ്റ്റാൻഡേർഡൈസ്ഡ് സ്പെല്ലിംഗ്സ് ഒക്കെ ഉണ്ടായി തുടങ്ങിയത്. പിന്നീട് ഇംഗ്ലണ്ട് കോളനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് അവരുടെ പവർ പല കൺട്രീസിലേക്കും സ്പ്രെഡ് ചെയ്തു. ആ സമയത്താണ് ഇംഗ്ലീഷ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. മിക്ക രാജ്യങ്ങളിലും ഇംഗ്ലീഷ് എന്നത് ഒരു ഡോമിനന്റ് ലാംഗ്വേജ് ആയി മാറി.
അതോടൊപ്പം തന്നെ ഓരോ രാജ്യത്തിന്റെയും നേറ്റീവ് ലാംഗ്വേജിനോട് കൂടിക്കലർന്ന് പല വെറൈറ്റീസ് ഉണ്ടായി. ലൈക്ക് അമേരിക്കൻ ഇംഗ്ലീഷ്, ഇന്ത്യൻ ഇംഗ്ലീഷ്, കനേഡിയൻ ഇംഗ്ലീഷ് എറ്റ്സെട്ര. അപ്പോൾ കണ്ടോ, ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല. ഒരുപാട് ലാംഗ്വേജസിന്റെ മിക്സ്ചറാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന മോഡേൺ ഇംഗ്ലീഷ്. ഇനി പറ, ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ ആരെങ്കിലും പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. സ്പീക്കിങ്ങിലോ റൈറ്റിങ്ങിലോ ഒക്കെ മിസ്റ്റേക്സ് വരുത്തുമോ എന്നോർത്ത് നമ്മൾ നമ്മുടെ എബിലിറ്റീസിനെ സംശയിക്കേണ്ട കാര്യമുണ്ടോ? അതുമില്ല. നമ്മൾ നമ്മുടെ എബിലിറ്റീസിലും ടാലന്റിലും ഒക്കെ വിശ്വസിക്കുക, അങ്ങ് സംസാരിക്കുക, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച്, അത്രേ ഉള്ളൂ. പിന്നെ തരക്കേടില്ലാതെ ഇംഗ്ലീഷിൽ സ്പീക്കിങ്ങും റൈറ്റിങ്ങും ഒക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഗ്രാമർ അറിഞ്ഞിരിക്കണ്ടേ? വേണം. പിന്നെ ഈ കണ്ട ഗ്രാമർ ഒക്കെ പഠിച്ചിട്ടല്ലേ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത്. ഡെയിലി ഓരോ മൂവീസ് കണ്ടാൽ മതി, സുഖമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാം. അങ്ങനല്ലേ നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചത്? ശരിയാണ്, മൂവീസ് കണ്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. പക്ഷേ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ പറ്റില്ല. കോമ്പറ്റേറ്റീവ് എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ഇംഗ്ലീഷ് പോർഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. IELTS എക്സാം എഴുതുന്നവർക്ക് റൈറ്റിംഗ് മൊഡ്യൂൾ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഒക്കെ പോട്ടെ, ഒരു ഓഫീസിൽ ചെന്ന് റിട്ടൺ ഫോമായി എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞാൽ ഗ്രാമർ മിസ്റ്റേക്ക് കൂടാതെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം മൂവീസിലൂടെ നമുക്ക് കിട്ടുന്നത് സ്പോക്കൺ ലാംഗ്വേജ് ആണ്. അവിടെ ഗ്രാമർ ഈസ് ടോട്ടലി ആൻഡ് അൺഇമ്പോർട്ടന്റ് മാറ്റർ. കാര്യങ്ങൾ കൺവേ ചെയ്യുക, അത് ലിസണർക്ക് മനസ്സിലാകുക, അത് മാത്രമാണ് സ്പോക്കൺ ഇംഗ്ലീഷിൽ നടക്കുന്നത്. അപ്പോൾ പറ, ബേസിക് ഗ്രാമർ എങ്കിലും പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, ഗരം മസാല ഏതാ, ചിക്കൻ മസാല ഏതാ, മല്ലിപ്പൊടി ഏതാ എന്നൊക്കെ അറിയാതെ ചിക്കൻ കറി വെക്കാൻ പോലുള്ളൊരു അവസ്ഥ. ഈ ഒരു പ്ലേലിസ്റ്റില് നമ്മൾ ഗ്രാമർ പഠിക്കാൻ പോകുന്നത് തിയററ്റിക്കലി അല്ല. തിയറി ഉണ്ട്, ദാറ്റ്സ് ട്രൂ, ബട്ട് പ്രാക്ടിക്കലി എങ്ങനെ അപ്ലൈ ചെയ്യാം അത് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രാമർ പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കുറച്ച് ഗ്രാമാറ്റിക്കൽ ടേംസ് പഠിക്കും, അത്യാവശ്യമുള്ളത് മാത്രം. അതായത് ചിക്കൻ മസാല ഏത്, ഗരം മസാല ഏത്, എന്താണ്, എങ്ങനെയാണ്, അങ്ങനെയുള്ള ബേസിക് തിങ്സ്. ആഫ്റ്റർ ദാറ്റ് ഈ ബേസിക് തിങ്സ് യൂസ് ചെയ്ത്, അതായത് ഗ്രാമാറ്റിക്കൽ ടേംസ് യൂസ് ചെയ്ത് നമ്മൾ ചെറിയ ചെറിയ സെന്റൻസുകൾ, നമ്മുടെ ബേസിക് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യും. ലൈക്ക് നമ്മുടെ നോർമൽ ചിക്കൻ കറി. അതൊന്ന് സെറ്റ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ ചിക്കൻ 65 ചില്ലി ചിക്കനോ അങ്ങനത്തെ വെറൈറ്റീസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹിയർ ഇറ്റ് മീൻസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെന്റൻസസ്. ഒന്നുകൂടെ ക്ലിയർ ആയി പറഞ്ഞാൽ, we are going to learn the basic English grammar in 3 simple phases. Phase 1, know some important grammatical terms. Phase 2, formation of sentences. And phase 3, transformation of the sentences. ഇനി phase 1-ൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്: സെന്റൻസസ് ആൻഡ് പാർട്സ് ഓഫ് സ്പീച്ച്. സെന്റൻസ് എന്ന പോർഷനിൽ നമ്മൾ നോക്കുന്നത് എന്താണ് ഒരു സെന്റൻസ്, ഒരു സെന്റൻസിന്റെ ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഒരു സെന്റൻസിന്റെ പാർട്സ് ആയിട്ടുള്ള സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഫ്രേസ് ആൻഡ് ക്ലോസ് എന്നിവയാണ്. അതോടൊപ്പം തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെന്റൻസ് എന്നതും ഈ പോർഷനിലെ ഒരു മെയിൻ ഏരിയ ആണ്. ക്യാരക്ടർ അനുസരിച്ച് ഡിക്ലറേറ്റീവ്, ഇംപെറേറ്റീവ്, ഇൻട്രോഗേറ്റീവ് ആൻഡ് എക്സ്ക്ലമേറ്ററി എന്നും, സ്ട്രക്ചർ അനുസരിച്ച് സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ്, കോമ്പൗണ്ട് കോംപ്ലക്സ് എന്നിങ്ങനെയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെന്റൻസസ് ഉണ്ട്. ഫേസ് 1-ലെ സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്, which simply describes the grammatical role of a word in a sentence. അതായത് 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണുള്ളത്. ലൈക്ക് നൗൺ, പ്രൊനൗൺ, adjective, verb, adverb, preposition, conjunction and interjection. ഈ ഓരോ 8 പാർട്സ് ഓഫ് സ്പീച്ചിനും അതിന്റെ സബ് കാറ്റഗറീസും ഉണ്ട്. ഈ 8 പാർട്സ് ഓഫ് സ്പീച്ചും അതിന്റെ സബ് കാറ്റഗറീസും നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയി തന്നെ നോക്കിപ്പോകും. പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മളൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു സെന്റൻസ്, അതിന്റെ വെറൈറ്റി ടൈപ്സ്, ഒരു സെന്റൻസിനുള്ളിൽ വരുന്ന പാർട്സ്, ഇത് മൂന്നും മനസ്സിലാകാതെ നിങ്ങൾക്ക് ബാക്കിയുള്ള പോർഷൻസ് മനസ്സിലാകില്ല. ഇതുപോലുള്ള ബേസിക് തിങ്സ് പഠിക്കാതെ ഗ്രാമർ പഠിക്കുമ്പോഴാണ് അതൊരു ഹെർക്കുലിയൻ ടാസ്ക് ആയി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പല തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്നവരായിരിക്കും. ലൈക്ക് ബാങ്ക് എക്സാം, ടെറ്റ്, നെറ്റ്, സെറ്റ്, UPSC, KPSC, SSC എറ്റ്സെട്ര. ഇവിടെയൊക്കെ ഇംഗ്ലീഷ് ഗ്രാമറിനുള്ള ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ.
നമ്മളൊക്കെ നോർമലി പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് ബിയോണ്ട് ആയി നിൽക്കുന്ന കാര്യങ്ങളാണ് അവർ അവിടെ ചോദിക്കുന്നത്. അതിനൊക്കെ ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യണം എങ്കിൽ ഈ ബേസിക് ഗ്രാമർ ഡീറ്റെയിൽ ആയി തന്നെ പഠിക്കണം. നിങ്ങൾക്ക് ഗ്രാമർ റിലേറ്റഡ് ആയി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ചോദിക്കാവുന്നതാണ്. ഉറപ്പായും ഞങ്ങൾ അവിടെ മറുപടി നൽകുന്നതാണ്. ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ജോയിൻ ചെയ്യുക. ഈ ഗ്രൂപ്പിൽ നമ്മൾ ഡെയിലി വെക്കാബുലറീസും ക്വിസസും ഒക്കെ ഡീൽ ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമ്മുടെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് സെന്റൻസസ് ആണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഫേസിൽ പഠിച്ച ഗ്രാമാറ്റിക്കൽ ടേംസ് ഒക്കെ യൂസ് ചെയ്ത് ബേസിക് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കും. അതായത് ആൽഫബറ്റ്സ് ഒക്കെ പഠിച്ചിട്ട് എങ്ങനെയാണോ വേർഡ്സ് എഴുതാൻ പഠിക്കുന്നത് അതുപോലെ വേർഡ്സ് യൂസ് ചെയ്ത് സെന്റൻസ് ഫോർമേഷൻ ആണ് നമ്മൾ ഈ സെക്കൻഡ് ഫേസിൽ പഠിക്കുന്നത്. ഇവിടെയാണ് ഒരു സെന്റൻസിന്റെ ഡിഫറെന്റ് കാറ്റഗറീസ് ആയ സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ്, കോമ്പൗണ്ട് കോംപ്ലക്സ് ആൻഡ് ക്വസ്റ്റ്യൻ ടാഗ് എന്നിവ നോക്കുന്നത്. ഫൈനലി വിൽ ഫോക്കസ് ഓൺ ദി ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസസ്. ഇവിടെയാണ് നമ്മൾ സെക്കൻഡ് ഫേസിൽ പഠിച്ച ബേസിക് സെന്റൻസസിനെ ഓർ ആക്റ്റീവ് സെന്റൻസസിനെ പല ഫോമിലേക്ക് മാറ്റുന്നത്. ലൈക്ക് പാസീവ് വോയിസ്, ക്വസ്റ്റ്യൻ ഫോം, നെഗറ്റീവ് ഫോം, റിപ്പോർട്ടഡ് സ്പീച്ച് എറ്റ്സെട്ര. അപ്പോൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നതിന്റെ റീസൺസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബിഗിനിങ് ഫേസ് കുറച്ച് ഹെവി ആയി ഫീൽ ചെയ്യും. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ബിക്കോസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി ഓൾവേസ്. It can be quite challenging, but once you have got it down, you're on the right path. If you're ready to do your part, I'm pleased to guide you. The detailed grammar lessons are just around the corner, so stay tuned. To receive the notifications about the future classes, be sure to subscribe to our channel and hit the bell icon.